ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു ചിക്കൻ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം സ്പെഷ്യലാണ് കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിലേക്കുള്ള മസാലകളൊക്കെ. പക്ഷേ ഒരൊറ്റ ചേരുവ മാത്രം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഓർമ്മയില്ല. ഏതോ മാഗസിനിൽ വായിച്ചതാണെന്നാണ് എൻ്റെ ചെറിയൊരു ഓർമ്മ. എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള പീസാണ്. അതുകൊണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ വലിയ പീസാണെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താലും മതി. ഇത് ചെറിയ പീസാണെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ എടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ. കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ തൈര് ചേർക്കാം. പിന്നെ തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല കരിമുരായിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടും. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർക്കാം. 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. ഞാനിപ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണല്ലോ ഇതിലേക്ക് ആദ്യം ചേർത്തത്. പിന്നെ ചിക്കൻ ഫ്രൈയുടെ കൂടെ എപ്പോഴും പച്ചമുളക് മൊരിച്ചെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെ ചേർക്കണമെന്നില്ല, പച്ചമുളക് ഒഴിവാക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈയെ സ്പെഷ്യൽ ആക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്. നമുക്കൊരിക്കലും സാമ്പാറിൻ്റെ കൂടെ നോൺ വെജ് ഐറ്റംസ് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. പക്ഷേ നിങ്ങൾ ഒരു തവണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിഡിലൻ ടേസ്റ്റാണ്. ആ സാമ്പാർ പൊടിയുടെ ആ ഒരു ടേസ്റ്റൊന്നല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂർ വെച്ചാൽ മതി. കൂടുതൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം കേട്ടോ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ ഈ ചിക്കൻ മസാല പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് 2 മണിക്കൂറിലധികം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു വലിയ പീസ് ആയതുകൊണ്ടാണ് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പീസൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് മുൻപ് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടൊരു ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ, അതുപോലെ ചെയ്തെടുത്താൽ മതി. എനിക്കെപ്പോഴും ഡീപ്പ് ഫ്രൈനേക്കാളും കൂടുതൽ ഇഷ്ടം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ ഫ്രൈ ആണ്. അങ്ങനെ ആകുമ്പോൾ മസാലയൊന്നും എണ്ണയിലൂടെ പോകാതെ അതിൽ തന്നെ നന്നായിട്ട് മസാലയൊക്കെ ഉണ്ടാകും. പിന്നെ വലിയ പീസ് ആയതുകൊണ്ട് ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ എണ്ണയിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ എണ്ണയ്ക്ക്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ്റെ പീസസും ഇട്ട് കൊടുക്കാം.
ഇനി ഇത് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്ത ബാച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് കുറച്ച് നേരം എണ്ണ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ്റെ കൂടെ പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചമുളക് കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ബാച്ച് ചിക്കൻ ഇടുന്ന സമയത്ത് ഹാഫ് വേവ് ആകുമ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് കമൻസിലൂടെ അറിയിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിൽ സെൻഡ് ചെയ്ത് തരാം. പിന്നെ നമ്മുടെ FB പേജ് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അത് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്